യോഗശാസ്ത്രത്തിൽ ഇതൊരു അത്ഭുതമല്ല. ശരിയായ രീതിയിൽ യോഗശാസ്ത്രം പഠിച്ചാൽ നമുക്ക് നല്ലപോലെ തന്നെ മനസ്സിലാകും. ഇത് പറഞ്ഞു എടീ ഇതേ നോക്കണി പ്രഭാകര സിദ്ധിയോസിനും പോകുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങനെ കാണിക്കാമെന്ന് ചോദിച്ചു. ഇല്ല, അദ്ദേഹം ഒരു വലിയ ചന്ദ്രനെ പോലെ ഒരു ഗോളാകൃതിയിൽ ഒരു പ്രകാശമാണ്. ദേവമാണ് 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 നമ്മുടെ സ്വാമി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജോലിക്കാരനെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ കണ്ടില്ല. പുള്ളി അങ്ങ് ചിരിക്കുക സന്തോഷവാനായിട്ട്. കുളിയും കഴിഞ്ഞെല്ലാം എന്ന് പറയാം, ആ മുണ്ടൊക്കെ ഇങ്ങനെ എടുക്കടിയെന്ന് പറഞ്ഞു. ഞാൻ നീ എന്താ കടവാ കയറി വന്ന് വീട്ടുകാരനാവുന്നെന്ന് ചോദിച്ചു ഞാൻ എന്ന് പറഞ്ഞു. നീ ആ മുണ്ടി എടുക്കാൻ എനിക്ക് വെച്ചേക്കെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അത് കഴിഞ്ഞ് സന്ധ്യ ആയപ്പോൾ ഇത് ഇറങ്ങിപ്പോയി. ഇത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെ വന്ന പോലെ ഇത് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഇനി ഇതുപോലെ വല്ല ജീവികൾ കയറി വരുമോ എന്നുള്ളത്. നമ്മൾ മനുഷ്യരല്ലേ, അങ്ങ് പോയി. മിസ്സാകാൻ പാടില്ല എൻ്റെ ഭക്തര്. അതുകൊണ്ട് ഞാൻ ഉടനെ മാറിയെടുക്കുക. അപ്പം ഞാൻ ചോദിച്ചു ഇനി എങ്ങനെയാ? അവ പറഞ്ഞു 300 വർഷം കൂടെ ഞാൻ കാണുമെന്ന് പറഞ്ഞു. നീ ആരാടാന്ന് ചോദിച്ചു. ഈ ഒരു 30 വയസ്സ് തോന്നും. നീ ആരാടിന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു നിനക്കെന്നെ മനസ്സിലായില്ലേ, അയ്യപ്പൻ്റെ ഭക്തയായ എന്നെ നിനക്ക് മാളിയപ്പുറം എന്ന് വിളിച്ചോടെ? നിന്നെ മാളിയപ്പുറം എന്ന് വിളിക്കാൻ പോണു. ശ്രീ പ്രഭാകര സിദ്ധയോഗി ഭാരതീയ ആത്മീയ ആചാര്യന്മാർക്കിടയിൽ അധികമാരും അറിയാതെ പോയ കേരളീയനായ ഒരു പൊൻവെളിച്ചം. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും കടന്നു വന്ന നാൾവഴികളെക്കുറിച്ചും പിന്തുടർച്ചകളെക്കുറിച്ചും അദ്ദേഹത്തിലൂടെ സംഭവിച്ചിരിക്കുന്ന അത്ഭുതകരമായ പല അറിവുകളെക്കുറിച്ചും നമുക്ക് ഈ വീഡിയോയിലൂടെ കടന്നു ചെല്ലും. അതിന് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭൗതിക ജീവിത കാലഘട്ടത്തിൽ ഒപ്പമുണ്ടായിരുന്ന ശ്രീമതി രമാദേവി അമ്മ നമ്മളോടൊപ്പം ചേരുകയാണ്. കേട്ടുകേൾവികളനുസരിച്ച് ഏകദേശം 760 വർഷക്കാലം ശരീരത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു മഹായോഗിയായിരുന്നു അത്രേ ശ്രീ പ്രഭാകര സിദ്ധയോഗി. അദ്ദേഹത്തിൻ്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അമ്മയുടെ പേര് രമാദേവി എന്നാണ് അല്ലേ? ശരി. സാധാരണ എല്ലാവരും എങ്ങനെയാണ് സംബോധന ചെയ്യുക? അത് ചോദിച്ചാൽ സദ്ഗുരു രമാദേവി അമ്മ എന്നാണ് എൻ്റെ ഈ ആധ്യാത്മിക നാമധേയം. ശരി. അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ടീച്ചറും ആയിരുന്നു നേരത്തെ. അതുകൂടാതെ ദൂരദർശനിലെ രാമായണം ചെയ്തൊരു 4-5 വർഷം. അപ്പൊ അതിന്റെ ഡയറക്ടർ അമ്മയ്ക്കൊരു അഡീഷണൽ ചേർക്കായിട്ട് സദ്ഗുരു എന്നങ്ങിടുമായിരുന്നു രാമായണം പറഞ്ഞത് 10-15 വർഷം മുമ്പ്. ദൂരദർശനാണ് സദ്ഗുരു എന്നുള്ള പേരങ്ങിടുവാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഗുരുസ്ഥാനത്ത് ചെയ്യല്ലേ. പക്ഷേ അങ്ങനെ സ്വയം ഞാനൊരു അഡ്രസ്സിങ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ പിന്നെ ഇപ്പോഴ് എല്ലാവരും സദ്ഗുരു രമാദേവി അമ്മ എന്നാണ്. എത്ര കാലമായി പ്രഭാകര സിദ്ധയോഗിയുടെ ആശ്രമത്തിലേക്ക് വന്നിട്ടും അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്? ഞാന് 1984 മുതലാണ് കണ്ടിന്യൂറ്റി. അതിനു മുമ്പ് അച്ഛനാണ്. ഇപ്പം നമ്മൾ ഇരിക്കുന്നതെന്ന് പറയുന്ന കാർത്തികപ്പള്ളി താലൂക്കിലെ ചിങ്ങോലി എന്ന് പറഞ്ഞ വില്ലേജാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് NDPC ഉള്ളത്. അതിൻ്റെ ഇടത് ഭാഗത്താണ് അരിപ്പാട് ക്ഷേത്രനേരം, അരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ. ഇതിൻ്റെ നേരെ ഇരിക്കുന്നതാണ് ഭദ്രകാളി ക്ഷേത്രം. ഈ ഒരു ആശ്രമം എന്ന് പറയുന്ന വ്യവസ്ഥയിലേക്ക് ഗുരു അച്ഛനും കൊണ്ടുവന്ന സമയത്ത് 84കളാണത്. അതിന് തുടർച്ചയായിട്ട് അതിനു മുമ്പ് സ്വാമി 50കളിൽ പോലും അച്ഛനെ കാണുകയും അവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഈ സ്ഥാപനം സ്വാമിയായിട്ട് ഈ ആശ്രമം സ്ഥാപിച്ചത് 85ലാണ്. അപ്പൊ അതിനു മുമ്പ് നമ്മളെ വിളിച്ചു വരുത്തി. നമ്മൾ 85-ല് സ്വാമി ശരിക്കും സമാധിയായിട്ടുണ്ട്. ഇല്ല, 86ലാണ് സമാധിയായത്. അപ്പൊ ഞാന് അന്ന് KCB ഓഫീസറായിട്ട് പട്ടത്തിരിക്കുക, ക്വാർട്ടറൊക്കെ ആയിട്ടിരിക്കുക. അപ്പൊ വിളിച്ചു വരുത്തിയത്. അതായത് ആ സമയത്ത് അമ്മ ശരിക്കും സർവീസിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളത് തിരുവനന്തപുരത്ത് സർവീസ് ചെയ്യുന്ന സമയത്താണ് അച്ഛന് സ്വാമിയും കൂടെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് കാണുകയും ഇങ്ങനൊരു പ്ലാനിങ് ചെയ്ത്. അപ്പം നമ്മളോട് വിളിച്ചിട്ട് നമ്മളിവിടെ വരുമ്പം ആദ്യമൊന്നും പറഞ്ഞില്ല. പിന്നീട് 84 അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഭഗവാൻ എന്നാണ് നമ്മൾ സ്വാമിയെ സംബോധന. സ്വാമി എന്നല്ല, ഭഗവാൻ. അപ്പം ഭഗവാൻ പറഞ്ഞു എൻ്റെ ആശ്രമത്തിലേക്ക് എടുക്കാൻ നിങ്ങളെ കൂടെ, ഇനി തിരുവനന്തപുരത്ത് നിൽക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് അത്ര താല്പര്യമൊന്നും അവിടുന്ന് പോരാൻ പറ്റുമോ? നമ്മൾ നല്ലൊരു നഗരം ജീവിക്കാൻ. അപ്പം അത്ര താല്പര്യമില്ല വരാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്ക് കേൾക്കാതെ വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞിട്ട് വാടക വീട്ടിലെ താമസമൊന്നും അത്ര സുഖമായില്ല. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് അതിവിടെ പറയാം. നമ്മളിപ്പം ഒരു 27 വയസ്സായപ്പോഴത്തേക്ക് ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാ ദുരന്തങ്ങളും നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ഭൗതിക ജീവിതം ശരിയാകത്തില്ല എനിക്ക് തന്നെ ബോധ്യം വന്നു.
പക്ഷേ ഈ കുഗ്രാമമാണ് ഇവിടെ, വെള്ളമില്ല, കറണ്ടില്ല, യാതൊന്നുമില്ല. അച്ഛനുണ്ട്, അച്ഛനെടുത്ത് കാരണല്ലേ. എൻ്റെ ജന്മം ഇവിടെ തന്നെയാണ്. അപ്പൊ അച്ഛൻ എന്ന് പറയുന്ന മഹാഘടകം, ആ ഒരു നമ്മുടെ ധനം അതുണ്ടെന്നല്ലാതെ വേറെ ഒന്നും. അച്ഛൻ്റെ ഒരു ഉപാസനാമൂർത്തിയായ ഭദ്രകാളിയുണ്ട്. പക്ഷെ എൻ്റെ ആ 27-32 വയസ്സുകളിലൊന്നും എനിക്കിതൊന്നും അങ്ങോട്ട്, ഞാൻ ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആശ്രമത്തിലേക്ക് എടുത്തേക്കാന്ന് പറഞ്ഞു. അച്ഛൻ ഉപാസകനായിരുന്നോ? അച്ഛന് 50 വർഷമായിട്ട് ഇവിടെ മഹാഭദ്രകാളിയാണ്. മണ്ണടിയിൽ നിന്ന് വന്ന സേനാനായകന്മാര് വേലുത്തമ്പിയുടെ സമാധിക്കോ അല്ല വെട്ടിക്കൊന്നില്ലായിരുന്നു. തനി ആത്മഹത്യക്ക് ശേഷം അവർ പണിക്കരമാരിങ്ങോട്ട് വന്നതാണ്. കളരി സ്ഥാപിച്ചു, ഇവിടെ കളരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവരുടെ കുടുംബദേവതയായി പടിഞ്ഞാറ് വച്ചിരിക്കുന്ന ഭദ്രകാളി, വലിയ ഭദ്രകാളി. ഇവിടുത്തെ അല്ല, ഈ ക്ഷേത്രം നമ്മുടെ ആശ്രമത്തിനകത്ത് ഭദ്രകാളിയെ ഇരുത്തിയിട്ടുണ്ട്. അശോകങ്ങോട്ട് വരുമ്പോൾ കണ്ടത് ആ ചെറിയ പടവാളൊക്കെ ഉണ്ട്, അവിടെ വാളൊക്കെ ഉണ്ട്. അതല്ല, ഈ വളവിൽ കാണുന്ന വലിയ ക്ഷേത്രം. അതെ, ആ ക്ഷേത്രത്തിന്റെയാണ് ഞാൻ ചോദിച്ചത്. ആ ക്ഷേത്രത്തിന്റെ മാനേജരായിരുന്നു അച്ഛൻ, അവരുടെ കുടുംബ വകയാണ്. ആ ക്ഷേത്രത്തിന്റെ പേരെന്താണ്? കാവിൽപ്പടിക്കൽ ഭദ്രകാളി ക്ഷേത്രം. നമ്മളെല്ലാവരോടും ലാൻഡ്മാർക്ക് പറയുന്നത് അച്ഛന്റെ കുടുംബ ക്ഷേത്രമാണത്. കാവിൽപ്പടിക്കൽ ഭദ്രകാളി ക്ഷേത്രം വടക്കോട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ മാനേജരായിട്ട് ഇരിക്കുന്ന 50 കൊല്ലത്തോളം ഇരുന്നു. മരണം വരെ നീ തന്നെ മാനേജരെന്ന് ഒരു അനുഗ്രഹം കൊടുത്തു, സ്വാമി കൊടുത്തതാ. അപ്പൊ അവിടെ ഇങ്ങനെ ഒരുപാട് ആളുകൾ സന്യാസിമാര് എന്ന് വെച്ചാൽ അച്ഛൻ്റെ കുടുംബം കുറച്ച് തെക്കോട്ട് നീങ്ങിയാണ്. പക്ഷേങ്കിൽ അവിടെ എല്ലാ തീർത്ഥാടകരും സഞ്ചാരികളും എന്ന് വേണ്ട, നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ നല്ല ആളുകൾ ഇരിക്കുന്നിടത്ത്. അത്ര നല്ല ആളെന്നല്ല, അച്ഛൻ വഴക്കൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. പക്ഷെ അച്ഛൻ അഭയം കൊടുക്കുമായിരുന്നു ആർക്കും. സഞ്ചാരികൾ വന്നാൽ ഇവിടെ ഒരു അച്ഛൻ അന്നേ ഒരു ഹെർമിറ്റേജ് മോഡലിൽ ഒരു കുട്ടിലൊക്കെ കിട്ടിയിട്ട് അവിടെ ഭക്ഷണമൊക്കെ കൊടുക്കും. അങ്ങനെ ഇദ്ദേഹം വന്നു പോകുമായിരുന്നു. അച്ഛനുമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. 47 ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അച്ഛനോട്, എന്നുവെച്ചാൽ അമ്മ വീട്ടിൻ്റെ അവിടെയാണ് ആലപ്പുഴ പുന്നപ്രയ. അപ്പൊ അവിടുത്തെ റോഡുകളിൽ ഇദ്ദേഹം അലയുമായിരുന്നു. ആ ചിത്രം ഇങ്ങനെ പൂട്ടൂറ്റി പോലെ മുടിയൊക്കെ വെച്ച് കറുത്ത ഇവിടെ കണ്ടിരിക്കുന്നതല്ല, വേറെണ്ണം ഞാൻ കാണിക്കാം. ഇവിടെ കണ്ടെന്ന് പറയുന്നത് ഇത് അദ്ദേഹം കൊണ്ടു കൊടുത്ത ഒരു നെഗറ്റീവാ. ഇവിടുന്ന് ഈ കാണുന്നല്ല അദ്ദേഹം കൊടുത്ത നെഗറ്റീവാ. അത് ഫോട്ടോ എടുത്ത ബാക്കി എല്ലാം അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ എടുത്തിട്ട് പിന്നെ കളർ ചെയ്തതാണോ? കളറാക്കി എടുത്തതാണ്. അപ്പൊ അങ്ങനെ പിന്നെ ആ ബന്ധം വന്നിട്ടാണ് ഇവിടെ 84, 80കളിൽ സുദൃഢമായി ബന്ധം ഇവർ തമ്മിൽ. അച്ഛനും ഗുരുവായിട്ട്. അച്ഛനാണ് അദ്ദേഹത്തിന്റെ പ്രിയ. അച്ഛന് സ്വാമിയെ കൂടാതെ ജീവിക്കാൻ മേല എന്നുള്ള അവസ്ഥയിൽ പൂർവാശ്രമത്തിൽ GP പണിക്കരുന്നത്. അച്ഛനെ ഗുരുദാസ് ശിവയോഗി എന്ന് സ്വാമി ഇട്ട പേര്. അതായത് അച്ഛന് യോഗ കൊടുത്തു 60 വയസ്സുകളിൽ തന്നെ. ഒരു 10 വർഷം മരിക്കുന്നതിന് ഒരു 14 വർഷം മുമ്പ് യോഗാഭ്യാസിയായിരുന്നു. കുണ്ടലിനി യോഗ കൊടുത്തു, അവിടെ യോഗ ചെയ്യുമായിരുന്നു. അപ്പോഴാണ് ഗുരുദാസ് ശിവയോഗി എന്നാക്കിയത്. അല്ലെങ്കിൽ ഇവിടെ പണിക്കരിയേട്ടൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്, പത്മനാഭ പണിക്കർ. ഏകദേശം 85 ആയപ്പോഴത്തേക്കും ശരിയായ ഒരു ആശ്രമത്തിന്റെ മട്ടായി. അപ്പൊ അങ്ങനെ അവിടെ വരേണ്ടി വന്ന് പിന്നെ വരേണ്ടി വരികയും ചെയ്തു. ശിഷ്യത്വം സ്വീകരിക്കേണ്ടിയും വന്നു. ജീവിതത്തിൽ ഞാൻ സ്വപ്നം കണ്ടതല്ല ഇങ്ങനെ ഒരു അവധൂതന്റെ ശിഷ്യയാകാമെന്നോ. എന്ന് വെച്ചാൽ ഞാൻ കലാകാരിയായിരുന്നു, എഴുത്തുകാരിയായിരുന്നു, ഇച്ചിരി റൊമാൻറ്റിക് ആയിരുന്നു, ഇച്ചിരി അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ. അത് നാടകം എഴുതും, നാടകം അഭിനയിക്കും. തിരുവനന്തപുരം സിറ്റിയിലെ ഹസ്ബൻഡ് കഥകളി നടനായിരുന്നു. അപ്പൊ പിന്നെ ചെറുപ്പക്കാരുടെ കൂട്ടുകെട്ട്. അങ്ങനെ ഒരിക്കലും വിചാരിച്ചതല്ല നമ്മളിങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ ഒരു ആധ്യാത്മിക ലോകത്തേക്ക് വരാൻ പറ്റുമെന്ന് സ്വപ്നം കണ്ടതല്ല. പക്ഷെ അദ്ദേഹം എന്നെ താല്പര്യപൂർവ്വം അതിനകത്ത് പ്രേരിപ്പിച്ചെന്ന് വേണം പറയാൻ. ഇനി നമ്മൾ സ്വാമിയിലേക്ക് വരികയാണെങ്കിൽ സ്വാമിയുടെ ഒരു തുടക്കവും മറ്റു ചരിത്രവും ജനനവും അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അദ്ദേഹം എല്ലാ എഴുത്തിനകത്തും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകമായ സ്റ്റൈലുണ്ട്. അകൂർമന പൂമാന്ന് സംസ്കൃതം ഇതുകൊണ്ട് ചേർന്നിട്ടാണ്. ഇത് വ്യക്തമായിട്ട് അച്ഛനോടാണ് പറഞ്ഞിരിക്കുന്നത്. മനയ്ക്കലെ വസ്തുക്കളാണ് ഈ കാണുന്നതെല്ലാം. അപ്പം പണ്ട് ഇവിടെ ഇവരുടെ ഒരു അമ്പലമുണ്ട്, തലത്തോട്ട അമ്പലം എന്ന് പറഞ്ഞാൽ അകൂർമനക്കാരുടെ. ഇത് ആക്ച്വലി അകൂർമനയാണ്. അകൂർമന പൂജാതനായതാണ്. അകൂർമന AD 1263 പൂജാതനായെന്ന് അച്ഛനോട് വ്യക്തമായിട്ട് ഗുരുജി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് ഗൗരി ലക്ഷ്മി അന്തർജനം എന്നാണ്. അവര് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ മകളായിരുന്നു. ഇവര് ഈ അകൂർമനക്കാർക്ക് സ്ഥാനപ്പേരുണ്ട്. നമ്മളിന്ന് നായർ, പണിക്കർ, എന്നൊക്കെ പറയും. ഇരവി എന്ന് ചേർക്കും. ഇപ്പൊ ഇരവിനാരായണൻ നമ്പൂതിരിക്കും ഗൗരി ലക്ഷ്മി അന്തർജനത്തിനും ഈ എട്ടാമത്തെ പുത്രനായിട്ടാണ് നാം പൂജാതനായത്. നാമേ പറയത്തുള്ളപ്പോഴും
അപ്പം അതൊക്കെ പറയുന്ന അച്ഛനോടാണ്. കാര്യം ഇവർ തമ്മിലുള്ള ബന്ധം നമുക്കറിയില്ല. ശരി പിന്നെ എനിക്കാണെങ്കിൽ ഭയരഹിതമായിട്ടാണ് സ്വാമിയോട് ഇടപെടുന്നത്, ഒന്നും അറിയാത്തതുകൊണ്ട്. ഇത്രയും വലിയ ആളാണെന്നൊന്നും നമുക്ക് അറിഞ്ഞില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ പൊട്ടത്തരത്തിൽ വളരെ സ്വതന്ത്രമാണ് എൻ്റെ ഇടപെടൽ. അച്ഛനങ്ങനല്ല, വളരെ ഭവ്യമായിട്ടൊക്കെ അച്ഛനറിയാവില്ല ആളിനാണ്. അവൻ എന്ന് വരികയിലും ഇവർ തമ്മിൽ എപ്പോഴും സത്സംഗമാണ്. കാരണം രാത്രിയിൽ 2 ബെഞ്ച് കൂട്ടിയിട്ടിട്ട് പിന്നെ സ്വാമി ആ ബെഞ്ചെ കിടക്കും. ഗുരുനാഥന് അച്ഛനൊരു ഈസിച്ചേര, പഴയ ഒടിഞ്ഞ ഒരു ഈസിച്ചേര കിടക്കി, അപ്പുറത്തെ കളരി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ലോകചരിത്രം മുഴുവനും പറച്ചിലാണ് ജോലി. CP-യുടെ കാലവും ചിത്ര തിരുനാളിനെ കണ്ടതും എല്ലാവരും തമ്മിൽ പറയും ഇങ്ങനെ. അമ്മയുടെ വീട് ആലപ്പുഴ പുന്നപ്രയ. പക്ഷേ ഈ ആശ്രമമൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അമ്മയെ കൂടി ഇവിടെ ഒരു ചെറിയ ഓല ഷെഡൊക്കെ പണിയിപ്പിച്ച് ഇവിടെ വരുത്തിച്ചു. അപ്പം അമ്മ എന്ത് ചെയ്യും? അമ്മ ഇങ്ങനെ ഇതൊക്കെ അസ്വാഭാവിക കാര്യമാണെന്ന് വിചാരിച്ചിട്ട് അമ്മ ഇരുന്ന് ഉറക്കം തൂങ്ങില്ല. അമ്മയ്ക്ക് അമ്മ ഭഗവതിയെ ഈ ഭദ്രകാളിയെ അല്ലാതെ അമ്മ സ്വാമിമാരെ ഒന്നും അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കത്തില്ല അമിതമായിട്ട്. അച്ഛനും ഞാനും അങ്ങനല്ല. ഫാമിലിയിൽ വേറെ ആരും എന്നെയും അച്ഛനെയും പോലെ അങ്ങനെ അഡിക്റ്റഡ് അല്ല. അച്ഛനെ പോലെ തന്നെ ഞാനും ഇങ്ങനെ വിശ്വാസമായി കഴിഞ്ഞവനാണ്. അങ്ങനെ ഇവിടെ പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാനിങ്ങനെ 8ാമത്തെ വയസ്സിലാണ് ഇറങ്ങിയത്. അപ്പം അതിന് തെളിവ് അഗൗർമനെ ഇന്ന് കുഞ്ഞനിയൻ തിരുമേനി ജീവിച്ചിരിപ്പുണ്ട്. അഗൗർമനെ. അപ്പോൾ കുഞ്ഞനിയൻ തിരുമേനി കൃത്യമായിട്ട് അതിനെക്കുറിച്ച് എന്നോട്, ഞാൻ ഒരുപാട് പ്രാവശ്യം ഇപ്പം 10-30 വർഷമായിട്ട് അവിടെ പോവുകയും വരികയുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, ഉള്ളതാണ്, ഇവിടെ ഒരു മന ഉണ്ടായിരുന്നു. 10-60 മന കൂടിയത്. ഈ അഗൂർമന എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറഞ്ഞൊരു കോംപ്ലക്സാണ്. അതിലൊരു 8 കെട്ടാ. ആ 8 കെട്ടാണ്. ആ 8 കെട്ടിൻ്റെ ഒരു 8 കെട്ടിനകത്ത് ചെമ്പ് തകടിനകത്ത് പ്രഭാകരൻ ഉണ്ണിവക എന്ന് പറഞ്ഞ് കുറച്ച് വെള്ളിപ്പാത്രങ്ങളും പൂജാപാത്രങ്ങളും ഉണ്ടായിരുന്നു പണ്ട്. വീതം വെച്ചപ്പോൾ ഈ ഒരു ഉണ്ണി നാട് വിട്ടു പോയത് കാരണം ഈ ഉണ്ണിക്കുള്ള വീതം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് തിരുമേനി പറയുന്നത്. അവര് പരിപൂർണമായിട്ട് അഗൗർ സിദ്ധൻ എന്നാണ് ഇദ്ദേഹത്തെ പറയുന്നത്. ഇപ്പോഴും അവര് ഒരു മിസ്സായ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് പൂജ ചിന്തിക്കുന്നുണ്ട് അവിടെ. അതായത് ഈ പ്രഭാകര സിദ്ധയോഗിക്ക് അഗൗർ സിദ്ധൻ എന്ന് പേരുണ്ട്. അഗൗർ സിദ്ധൻ എന്നാണ് അവര് പറയുന്നത്. അവരുടെ നഷ്ടപ്പെട്ട ഒരു സിദ്ധൻ എന്നാണ് അവര് പറയുന്നത്. ആൾറെഡി അവിടെ ഒരാളുണ്ട്, അഗൗർ ചാത്തന്. ഞാനതാ ചോദിക്കാം, ഈ അഗൗർ ചാത്തൻ എന്ന് പറയുന്നത് ഈ പറയിപ്പറ്റി പന്തരി കുലത്തില് ഈ അഗ്നിഹോത്രിയും പിന്നെ അഗൗർമനക്കാരും ഒരു പരമ്പരയാണ്. അവിടെ ചാത്തസ്വാമി വന്ന് കയറിയതാണ്. ആക്ച്വലി ചാത്തസ്വാമി വന്ന ഇരുമ്പ് തോണി അവിടെ കിടപ്പുണ്ട് പെരിയാറിന്റെ തീരത്ത്. അപ്പൊ തിരുമേനി എന്നോട് പറഞ്ഞു, ഒരാൾ വന്ന ഒരു ടൂറിസ്റ്റുകാരൻ വന്നിട്ട് പിന്നെ കുറെ വില പറഞ്ഞു. അപ്പൊ തിരുമേനി വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ 100 ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇരുമ്പ് പാരയൊക്കെ വെച്ചിട്ട് പൊക്കിയിട്ട് ഇത് പൊക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. പെരിയാറിന്റെ തീരത്താണ്. ആ ചൊവ്വര ഗ്രാമമാണ്. കാണാം. ആലുവ പുഴയുടെ തീരത്താണ്. ആലുവ കഴിഞ്ഞിട്ട് പെരിയാർ ആണല്ലോ അവിടെ. ആലുവ വരുമ്പോഴല്ലേ ആലുവ പുഴ എന്നാണ്. അപ്പൊ ഇത് അവിടെ ഉണ്ട്. മാത്രമല്ല കെടാവളൊക്കെ ഉണ്ട് അഗൗർച്ചാത്തന് അവിടെ. അഗൗർച്ചാത്തന് ശ്രീരാമന്, അഗൗർച്ചാത്തന് മറ്റു ഭദ്രകാളി. പക്ഷെ അഗൗർച്ചാത്തന് ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളായിട്ടാണ് കെടാവളൊക്കെ ഉള്ളത്. അപ്പൊ അവിടുന്ന് ഈ കുട്ടി പോയതാ. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ അച്ഛൻ ഇങ്ങനെ അവിടെ ഏറ്റവും മൂത്ത ആളിനോട് പോയി ചോദിച്ച് സ്വാമി സമാധിയായി ശേഷം 87 അവിടെയൊക്കെ പോയി എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം എന്നും പോവുക, മിക്കവാറും പോവുക അഗൗർമനെ. ഈ തിരുവൈരാണിക്കുളം എന്ന് പറയുന്ന ഒരു നടതുറപ്പ് ഉത്സവമാണ് പാർവതി. അത് ഈ ഇവരുടെ കുടുംബദേവതയാണ്. ഈ തിരുവാഭരണം സൂക്ഷിക്കുന്ന ഈ അഗൗർമനെയാണ്. ശിവപാർവതിമാരുടെ അമ്പലം അത്. അപ്പോഴവിടെ ഈ വർഷം പോലും ആ നടതുറപ്പിനുള്ള പട്ട് സമർപ്പിക്കാൻ എനിക്കൊരു അനുവാദം ഇവരെപ്പോഴും തരും. എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഒരാളിനെ വെച്ച് പൂജിക്കുന്ന കാരണം ഭയങ്കര സ്നേഹവും ബഹുമാനമാണ്. പിന്നെ ഞാനും അങ്ങനെ എന്തെങ്കിലും നമുക്കിവിടെ ആശ്രമ സംബന്ധമായ ബുദ്ധിമുട്ട് വരുമ്പോൾ അങ്ങോട്ട് വിളിച്ച് പറയും തിരുമേനിയോട്. എന്ന് വെച്ചാൽ വേറെ ആർക്കും അല്ല പൂജ കൊടുക്കുന്നത്, ചാത്തൻ സ്വാമിക്ക് പൂജ കൊടുക്കും. ആ അഗൗർ ചാത്തനാണ് ഓച്ചറ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം അവിടെ തന്നെ പൂജാതനായതാണ്. അദ്ദേഹം കൂടെ പറയുകയും ചെയ്യും. അത് ഏത് വർഷം പറയുന്നുണ്ടോ? ഉണ്ട്. വർഷം 438 ആണ്ടെന്നാ പറയുന്നത് മലയാളം. മീനമാസത്തിലെ പൂരൂരിട്ടാതിക്കുന്നത് സംഭവം. അപ്പം ഞാൻ കവിത എഴുതുന്ന ആളൊന്നുമല്ല, അല്പസ്വല്പം ഗദ്യമൊക്കെ എഴുതാം. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ഭഗവാൻ ഇങ്ങനെ എപ്പോഴും എന്നോട് സമ്പർക്കം ഉണ്ടല്ലോ. ഞാൻ ആ വരാന്തയിൽ ഇവിടെ എനിക്ക് താമസിക്കാൻ ഈ വീടൊന്നും കെട്ടിയിട്ടില്ല. ഈ അച്ഛൻ്റെ ഈ പവലിയാണ് എന്താ പറയുന്നത്, അതിൻ്റെ കളരിയുടെ ഒരു മൂലയ്ക്ക് പോയിരുന്നു ഞാൻ 5-6 ഒരു മൂലി. സത്യത്തിൽ എനിക്ക് കവിത എഴുതാൻ അറിയാൻ മേല. പക്ഷെ അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചത്. അതായത് ഞാൻ 2-3 വരി പറയാം.
അകോർമനയ്ക്കലെ എട്ടുകെട്ടിൽ അഖിലേശൻ വന്നങ്ങു ജാതനായി. അറിയപ്പെടാതെ വളർന്ന നാളിൽ വെളിപാടിനായൊരു കാര്യം വന്നു. ഗോസായി വേഷത്തിൽ വന്നു ദേവൻ ശ്രീരാമചന്ദ്രനായില്ലത്തേക്ക്. ഭിക്ഷാന്തേഹി കൂടി ഊണു നൽകാൻ കൽപ്പനയുണ്ടായി പുറത്തളത്തിൽ. സ്വാമി പറഞ്ഞതാ. അകത്തോട്ടും പുറത്തോട്ടും ഉണ്ട് ബ്രാഹ്മണ ഭവനത്തില്. ഇപ്പം ബ്രാഹ്മണർക്ക് സന്യാസിവർ അങ്ങനെയുള്ളവർക്കെല്ലാം 4-8-8-8-8, അല്ലാത്തവർക്ക് സർവാണി സദ്യ. അപ്പൊ ഈ ഒരു ഗോസായിയെ കണ്ടപ്പോഴത്തേക്ക് ഇദ്ദേഹം പറഞ്ഞതാ. പ്രഭാകരൻ ഉണ്ണി പറഞ്ഞു, ഇതിന് പുറത്ത് വിട്ട് കൊടുക്കരുതേ, അകത്ത് കൊടുക്കണേന്ന് പറയുക. ആളെ തിരിച്ചറിഞ്ഞിട്ട് ഊരാഴ്മ തമ്പൂരാൻ വല്യമ്പ്രാന്റെ കൽപ്പന കേട്ടങ്ങു ഞെട്ടിയുണ്ണി. പാടില്ല പാടില്ല ഗോസായിക്ക് പുറത്തോട്ടു നൽകല്ലേ പെറ്റോരമ്മേ. നല്ലതു ചൊല്ലാം ഞാൻ കേൾക്ക വേണം, ഗോസായിക്കൂണിന്ന് എന്നോടൊപ്പം. അല്ലെങ്കിലാപത്തു നിശ്ചയമാ കല്യാണശീലന്റെ വാക്കുകൾക്ക്. എല്ലാരും നിശ്ചലരായി നിന്നു. ഉണ്ണി എന്തെങ്കിലും നിശ്ചയിച്ചാൽ അന്നുമെതിർക്കുവാൻ ശക്തരില്ല. കാലപുരുഷനെ കണ്ടുമുട്ടാൻ കാര്യങ്ങളേൽപ്പിച്ചു കൊണ്ടുപോകാൻ ശ്രീഹരി നേരിട്ടു വന്നതല്ലോ. ഊണിനിരുന്നൊരു ഉണ്ണിയേഹോ ഇന്നോളം കണ്ടില്ല ഇല്ലത്താരും. നാടും കടന്നുപോയി വീടും കടന്നുപോയി നാരായണൻ വഴി കാട്ടിയായി. ഗുരുവായൂർ ദേശത്തിലെത്തിച്ചേർന്നു, ഗുരുവായൂരപ്പനെ തൊഴുതിരുന്നു. അപ്പൊ ആദ്യം കൊടുത്ത വിദ്യ തിരസ്കരണി എന്ന് പറയുന്ന ഒരു വിദ്യയുണ്ട് നമ്മുടെ. അത് തിരസ്കരണി പലതരത്തിലുണ്ട്. യോഗ തിരസ്കരണിയുണ്ട്, ഈ ചില ഉപാധികൾ പൊട്ടു തൊട്ടിട്ടൊക്കെ. അപ്പൊ കുഞ്ഞിനെ തിരസ്കരണി ദേവന്മാർ ഉപയോഗിക്കുന്ന തിരസ്കരണി. ഇപ്പൊ ഒരു ദേവൻ ഇവിടെ ഇരുന്നാൽ നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തിരസ്കരണി ഉപദേശിച്ചു കൊടുത്തു. സാക്ഷാൽ ശ്രീരാമനാണ് ഗോസായി വേഷത്തിൽ വന്നെന്നാ ഗുരു പറഞ്ഞത്. ഗുരു പറഞ്ഞതാ ഇതല്ല. ഇതൊക്കെ പ്രഭാകര സിദ്ധയോഗി അച്ഛനോട് ഇരുന്ന് പറഞ്ഞപ്പോ എനിക്ക് അദ്ദേഹത്തിന്റെ കാരണത്താലാണ്. പിന്നീട് ഞാനിത് പലയിടത്തും പാടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോവുകയാണ്, നാട് കടത്തി കൊണ്ടുപോയതാ. 8 വയസ്സുള്ള പ്രഭാകര സിദ്ധി ഊണിരുന്നേ കണ്ടുള്ളൂ. പക്ഷെ ഇദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റി അദ്ദേഹം വന്നിരിക്കുന്ന ആരാണ്, ശ്രീരാമനാണെന്ന്. അങ്ങനെ പോയി എത്രയോ 400 വർഷം ഇരുന്നെന്നാണ് പറയുന്നത് ഹിമാലയത്തിന്റെ അവിടെ. അങ്ങനെ പോയ ആളിനെ 400 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ തിരിച്ചു കാണുന്നത്. അതായത് ഈ 400 വർഷം ഒരേ ശരീരത്തിൽ തന്നെയായിരുന്നു. അതെന്ന് പറയുന്നത് ഒരുപാട് കാര്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടത്തില്ല. തപസ് 400 വർഷം ഇരുന്നെന്ന് പറഞ്ഞു. ശരി. പിന്നെ അത് കഴിഞ്ഞിട്ട് കടലിൽ നിന്നാണ് 42കളിലാണ് കിട്ടുന്നത്. 1942 കടലിൽ നിന്ന് കിട്ടുന്നത്. കടലിൽ നിന്ന് കിട്ടുന്ന സമയം മനസ്സിലായില്ല. 1942 അങ്ങനെയെങ്കിൽ 400 വർഷമൊക്കെ കഴിഞ്ഞൊന്ന് സ്വാമി പറയല്ലേ. ശരി ശരി ശരി. സ്വാമി പറയാണ് 400 വർഷം അങ്ങനെ തപസ്സിരുന്നു. പിന്നെ ഇറങ്ങി പിന്നെ കടലിൽ കിടന്നു. ഈ ഒരു രൂപമായിരുന്നു ചില സമയത്ത്. ശരി. അതായത് കാലാകാലം ശരീരം മാറ്റുമായിരുന്നു എന്നാണോ? 13 ശരീരങ്ങൾ മാറിയെന്നാണ് പറഞ്ഞത്. ശരി. അപ്പൊ ഈ ശരീരങ്ങൾ അദ്ദേഹം എവിടെന്നായിരുന്നു എടുക്കുന്നെന്ന് പറയുന്നത് പരകായ വിദ്യ എന്ന് പറഞ്ഞ് നമ്മള് ഇത് മാരിക്കോ മിറക്കളോ ഒന്നുമല്ല. അണിമ ഗരിമ ലഹിമ ഈശത്വം വശിത്വം പ്രാകാരം പ്രാപ്തി ഇങ്ങനെ പറഞ്ഞിട്ട് പരകായ വിദ്യ എന്ന് പറഞ്ഞ 18 സിദ്ധികളിലൊന്നാണ്. 8 അല്ല 18 ഉണ്ട്. അതിലെ പരകായത്തിൽ പ്രവേശിക്കാവുന്നതാണ്. ഇപ്പൊ ശങ്കരാചാര്യരെ കുറിച്ച് വളരെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. അതായത് മണ്ഡനമിശ്രന്റെ ഭാര്യയോട് ദാമ്പത്യ ജീവിതം എന്താണെന്ന് ചോദിച്ച് തോറ്റപ്പം ശങ്കരാചാര്യനെ കുഞ്ഞു ശങ്കരനെ അറിയില്ലല്ലോ. അപ്പൊ അതിന് കാശി രാജാവ് മരിച്ച് അറിഞ്ഞിട്ട് ആ ജഡത്തിലേക്ക് കയറി പറ്റുക. കയറി പറ്റിയിട്ട് പരകായം അദ്ദേഹം മരിച്ച ഉടനെ ചൂട് പോകുന്നതിന് മുമ്പ് കയറി പറ്റി. അങ്ങനെ സിദ്ധന്മാർക്ക് പറ്റും. കയറി പറ്റിയിട്ടാണ് ദാമ്പത്യം പഠിക്കാൻ പോയപ്പോഴാണ് രാജപത്നി മരിച്ച രാജാവിൻ്റെ രാജ്ഞിക്ക് മനസ്സിലായി ഈ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം അല്ലിത്. അപ്പോഴാണ് എവിടെയെങ്കിലും ശവം കിടപ്പുണ്ടോയെന്ന് അന്വേഷിക്കാൻ വിട്ടപ്പോഴാണ് ഒരു
ഇദ്ദേഹത്തിന്റെ ശിഷ്യൻ പത്മപാദർ ആണെന്ന് തോന്നുന്നു, ഭജഗോവിന്ദം പാടിക്കൊണ്ട് വന്നു. അപ്പൊ പരകായത്തിൽ പ്രവേശിച്ച് ഭൗതികത്തിലേക്ക് പോയപ്പോൾ ശങ്കരൻ പോലും ഇറങ്ങിയില്ല. പക്ഷെ സൂപ്പറായിട്ട് ഇറങ്ങും പ്രഭാകര സിദ്ധിയോഗി. അതായത് 18 സിദ്ധന്മാരിൽ പാമ്പാട്ടി സിദ്ധർ എന്നാണ് തമിഴ്നാട്ടിൽ പറയുന്നത്. പാമ്പാട്ടി സിദ്ധരുടെ ഫോളോവേഴ്സ് ചോദിച്ചു, ഈ അങ്ങ് ഇങ്ങനെ പ്രഭാകര സിദ്ധയോഗിയുടെ ശരീരത്തിലുണ്ടെന്ന് പറയുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ശങ്കരൻ കോവിലിൽ പുളിയൻകുടിയിൽ ഇദ്ദേഹത്തിന്റെ ആശ്രമമുണ്ട്, പാമ്പാട്ടി സിദ്ധർ സമാധി. അപ്പൊ ഒരു കാല് പ്രഭാകര സിദ്ധിയുടെ, ഒരു കാല് പാമ്പാട്ടി സിദ്ധരുടെ ആയിട്ട് കാണിച്ചു ആ ബോഡിയിൽ. ആരോ ഭക്തർ ചോദിച്ചിട്ട്. അപ്പൊ ഗോമതി അമ്മ എന്ന് പറഞ്ഞൊരു ദേവിയാണ് അവിടെ അവര് വെച്ച് പൂജിക്കുന്നത്, ഗോമതി അമ്മനെ. അപ്പൊ അങ്ങനെ ഇദ്ദേഹം ഞാൻ ചോദിച്ചു, ഇപ്പൊ ഇരിക്കുന്ന ശരീരം ഇന്നാൾ പറയുന്ന കേട്ടല്ലോ അച്ഛനോട്, ഇത് വല്ലവരുടെ ശവശരീരമാണോ എടുത്തത് അതോ പകല് കണ്ട ശരീരമാണോ എന്ന് ഞാൻ ചോദിക്കും. പൊട്ട ചോദ്യമല്ലേ? അപ്പോഴെന്നോട് പറഞ്ഞു ഇരിക്കടി എവിടെ എന്ന് പറയും. ഇരിക്കടി എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സന്തോഷത്തോടു കൂടിയാ. ഇരിക്കടി എവിടെയെന്ന് പറഞ്ഞാൽ ഇതുപോലെ താഴെ ഇരുന്നാൽ പിന്നെ നമുക്ക് പറയാതെ എഴുന്നേക്കാനൊക്കെ തരും. നമ്മളവിടെ ഇരിക്കും. അപ്പൊ പറഞ്ഞു, എടി ഇതേ കോവളം കടപ്പുറത്ത് തപസ്സിരുന്ന ആളാണ്, ആ ആളിന്റെ ബോഡിയാണ് ആ കാണുന്നത്. ആ കണ്ടില്ലേ ആ ജുബയാല. അപ്പളെ ഞാനതിങ്ങ് എടുത്തതാ, ഇത് ദ്രവിച്ചു തുടങ്ങി കേട്ടോന്ന് പറഞ്ഞു, ഇതും മാറേണ്ടി വരുമെന്ന് പറഞ്ഞു. അതായത് ഈ ശരീരത്തിലിരിക്കുന്ന സമയത്താണ് അമ്മ ഇദ്ദേഹത്തെ ഞാൻ കാണുന്ന ഈ ശരീരത്തിലിരിക്കുന്ന സമയത്താണ്. പക്ഷേ വ്യത്യാസം ഉണ്ടായിരുന്നു. കാരണം പിന്നെ ചില സമയത്ത് ഇദ്ദേഹത്തിനൊരു ഭാവ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. ഈ വന്ധ്യ വയോധികനായ വൃദ്ധന്റെ ലക്ഷണമല്ല, നല്ല ചൊറുകൂടെ റോഡിലൂടെ ഓടിപ്പോകുന്നതാണ് കേട്ടോ. ഇത് കേറുമല്ലേ, ഇത് വിളിക്കുമല്ലേ. യഥാർത്ഥത്തില് ഒരു ദിവസം എന്നോട് പറഞ്ഞു, യഥാർത്ഥ ആളിനെ കാണിച്ചു തരാൻ ഇരിക്കാൻ പറഞ്ഞു. കുറേ നേരം ഇരുന്നു. അപ്പൊ ജപം ഇങ്ങനെ കിടന്നിങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും ഒരു അമ്മ പായസമായിട്ട് വന്നു തള്ളിക്കയറി. ഞാൻ തുറന്നു കൊടുക്കേണ്ടി വന്നു. അപ്പം നമുക്ക് പ്രത്യേകമായിട്ട് നിബന്ധന വെക്കാനൊക്കത്തില്ല. അച്ഛൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ വരുന്ന ഭക്തജനങ്ങൾ. അപ്പോഴത്തേക്ക് ഭഗവാന് ഭയങ്കര ദേഷ്യമായി, മുഖമൊക്കെ അങ്ങ് കറുത്ത്. പിന്നെ എന്നോട് പറഞ്ഞു, നിനക്ക് കാണാൻ ഇപ്പം കാണാൻ സമയമായില്ല, അതുകൊണ്ടാണ് പറ്റിയത്. അപ്പം ഇത് 13 ശരീരങ്ങൾ എന്നാണ് പറയുന്നത്. അത് ഇതിപ്പം യോഗശാസ്ത്രത്തിൽ ഇതൊരു അത്ഭുതമല്ല. ശരിയായ രീതിയിൽ യോഗശാസ്ത്രം പഠിച്ചാൽ നമുക്ക് നല്ലപോലെ തന്നെ മനസ്സിലാകും ഇത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇനിയും ഒരു പക്ഷേ ഒരു ശരീരം എടുത്ത് വരാനുള്ള 300 വർഷം കൂടെ ഞാൻ ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നാ പറഞ്ഞത്. ശരി. അതുപോലെ നമ്മൾ നേരത്തെ സംസാരിച്ചോ പറഞ്ഞല്ലോ, അന്നത്തെ സമാധിക്ക് ശേഷം 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും അതാണ് പറയാൻ പോണത്. അതാണ് ഒരു വലിയ കാര്യം. അപ്പൊ ഈ പിന്നെ ഞങ്ങള് ഇവിടെ അസഖ്യതകളായി. അപ്പം ഭഗവാൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു, വടക്കോട്ട് മാറി ഒരു വീട് കിടപ്പുണ്ട്, പോയി എടുത്തോളാൻ പറഞ്ഞു. ഞാൻ അന്നൊന്നും നോക്കിയിട്ടില്ല. ഭഗവാൻ ഇവിടുന്ന് അങ്ങ് പോയി, ഓണം കഴിഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പൊ ഞാൻ വടക്കോട്ട് മാറി ഒരു ഏകാന്തമായ ഒരു വീട് കിട്ടി, അവിടെ താമസിക്കുകയാണ്. വാടക വീട്. അതായത് KK ശ്രീനിവാസ് എന്ന് പറയുന്ന MLA യുടെ ഇവിടുത്തെ ചെങ്കളിൽ അച്യുതമക്കയിൽ എന്ന് വരും, പട്ടണാനുള്ളയുടെ ആദ്യത്തെ മന്ത്രി, അദ്ദേഹത്തിന്റെ കുടുംബ വീട്. ഒരു ഭാർഗവീന്നല്ലേ, അവിടെ അങ്ങ് ആരും ചെന്ന് താമസിക്കത്തില്ല. അവിടെ ചെന്ന് ഞങ്ങളുടെ കുടിയുടെ താമസമായി. അവിടെയാണ് ഹസ്ബൻഡിന്റെ ശരീരത്തിൽ വരികയത്. ഹസ്ബൻഡും ഞാനും ഒരു ജോലിക്കാരനും ഇളയ മകനുണ്ട് ഇവിടെ പൂജിക്കുന്ന പ്രവീൺ ശർമ്മ. അതായത് സ്വാമി ജീവിച്ചിരിക്കുന്ന ഓമല്ലൂര് കിടക്കുകയാണ്. സ്വാമിയുടെ ബോധം അല്ലെങ്കിൽ ആത്മാവ് തന്നെ. അതായത് വിഷ്വലൈസ് ചെയ്തൊരു സംഭവമാണ് അത്. ഇപ്പൊ ഞാൻ മാത്തമാറ്റിക്സ് MSc എടുത്ത ആളല്ലേ, സൈക്കാട്രിയും സൈക്കോളജിയിൽ ഞാൻ MA എടുത്തിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് തന്നെ പോരാത്തിന് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാ പുന്നപ്ര. ഞങ്ങൾക്ക് യുക്തിക്കും ലോജിക്കിനും വയ്ക്കാത്ത ഒന്നും സമ്മതിക്കത്തില്ല. ആരും കുടുംബത്തിൽ തുള്ളക്കാരോ അങ്ങനൊന്നുമില്ല. ഞാൻ കണ്ടത് തന്നെ. അപ്പം ഈ 3 ഞങ്ങൾ 3 പേര് എക്സ്ട്രാ, ഹസ്ബൻഡ് 4ാമത് ഉള്ളു. അപ്പോൾ ഒരു ഏപ്രിൽ 1-ാം തീയതി 1986 ഏപ്രിൽ 1-ാം തീയതി 1 മണി രാത്രിയായപ്പോൾ ഇദ്ദേഹത്തിന് ദേഹത്തൊക്കെ ഭസ്മം മണക്കുന്നു. ഭർത്താവിന്റെ ഇപ്പൊ വലിയ ഹാളാ, 2-3 മുറി അടച്ചിട്ടിരിക്കുക. അതിനകത്ത് കിടക്കാൻ ഞങ്ങൾക്ക് പേടിയാ. മോള് ആ ആളിന്റെ അങ്ങേ അറ്റത്ത് ജോലിക്കാരനും ഹസ്ബൻഡും കുഞ്ഞും കൂടെ കിടക്കും. ഞാൻ ഈ ആളിന്റെ താഴെ അറ്റത്ത് ഒരു പായ ഒരിച്ച് ഞാനും കിടക്കും. അപ്പൊ ഇവൻ വന്ന് വിളിക്കുക ജോലിക്കാരൻ, രമക്കുഞ്ഞ് എഴുന്നേറ്റ് എന്തോ ഒരു അസഖ്യത എന്ന് പറഞ്ഞ വിളിച്ചുണർത്തിയപ്പോൾ ഇദ്ദേഹം പല്ലെല്ലാം ഇങ്ങനെ കാവടിക്ക് ഇതുപോലെ കിടുമ്പനിട്ട് സ്റ്റിഫായിട്ടിരിക്കുന്ന ശരീരമൊക്കെ. ഹസ്ബൻഡിന്റെ തുടിപ്പുണ്ട്, കണ്ണിങ്ങനെ അടച്ചിരിക്കുക. അവിടുന്ന് പിടിച്ച് എഴുന്നേപ്പിച്ച് പുറത്ത് ഇരിക്കണമെന്ന് പറഞ്ഞ് നിലാവത്ത് കൊണ്ടുവന്ന് ഇരുത്തി അവിടെ കസേര ഇട്ടിരുത്തി പറഞ്ഞ് എഴുതാനായിട്ട് പേപ്പർ തരണമെന്ന് പറഞ്ഞു. എഴുതാനായിട്ട് കൊടുക്കാൻ പേപ്പറില്ല. അപ്പം ഈ പഠിക്കുന്ന 4ാം ക്ലാസ്സിൽ മോനെ അവൻ ഹോംവർക്ക് ബുക്കും കൊണ്ടാണ് വന്നത് അവിടുന്ന്. പെട്ടെന്ന് അതെടുത്തുകൊണ്ടൊന്ന് കൊടുത്തു. അതിലാണ് സമാധി എഴുതി തരുന്നത്.
കറക്റ്റായിട്ട് ആ ദിവസവും സമയമൊക്കെ എഴുതി തന്നു. കാണണോ? അല്ല ഞാൻ ചോദിക്കാം. എന്താ ഞാനതിപ്പം ഇപ്പൊ ചോദിക്കാം. കാണിക്കുന്നില്ലെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്. അതൊരു തെളിവ്. എൻ്റെ ഏറ്റവും വലിയ തെളിവ് അശോക് അതാണ്. കാര്യം അതിനകത്ത് എഴുതി 7-ന് അവിടെ വരിക, ശരി, ഭസ്മ, എണ്ണ, കർപ്പൂര ഇത്യാദികളല്ലാതെ കൊണ്ടുവരരുത്, എൻ്റെ അഭാവത്തിൽ ദുഃഖിക്കരുത്, ഇനി ഞാനും അവനുമായി വരില്ല, ഞാൻ വരും, നിങ്ങൾ വിളിക്കുമ്പോഴല്ല നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ. ഇത്രയും കാര്യം. അപ്പം ഞാൻ ചോദിച്ചു, ഈ മനുഷ്യൻ മരിക്കുമോന്ന് ഹസ്ബൻഡ്? ഇല്ല, 72 വയസ്സ് വരെ ആയുസ്, ഒരു കുഴപ്പമില്ലെന്നാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇയാൾ മരിക്കത്തില്ലല്ലോ. നമുക്കറിയാമോ, ഒരു അസ്വാഭാവികമായ ഒരു ഭൂതത്താനെ പോലെ ഇങ്ങനെ ഒരു ഇന്നലെ വരെ ചുമ്മാ നടന്ന മനുഷ്യൻ്റെ ഒന്ന് എഴുതുക. പക്ഷെ പ്രഭാകർ സിദ്ധിയുടെ ഭക്തനായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതി തന്നൊരു 10 മിനിറ്റ് ആ ബോഡിയിൽ ഇരുന്നു. അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന്റെ പല്ലിങ്ങനെ ഈ ശ്വാസഗതി പൊക്കിളിൽ നിന്നാണ് ശ്വാസം വരുന്നത്. ഞാനത് ശ്രദ്ധിച്ചു. പുള്ളിയുടെ പൊക്കൽ കൊടിയിൽ നിന്നാണ് ഉയിര് മേലോട്ട് വരുന്നത്. കാലും ചലിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, എടീ ദേ നോക്കണി, പ്രഭാകര സിദ്ധി ഓഫീസിലും പോകുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങനെ കാണിക്കാമെന്ന് ചോദിച്ചു. ഇല്ല, ദേ ഒരു വലിയ ചന്ദ്രനെ പോലെ ഒരു ഗോളാകൃതിയിൽ ഒരു പ്രകാശമാണ്, ദേവമാണ് നമ്മുടെ സ്വാമി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ജോലിക്കാരനെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ കണ്ടില്ല. പുള്ളി അങ്ങ് ചിരിക്കുക സന്തോഷവാനായിട്ട്. അതങ്ങ് കഴിഞ്ഞു. ഞാനിവിടെയൊക്കെ പറഞ്ഞു നടന്നു എല്ലാവരോടും. ഇദ്ദേഹത്തിന്റെ ഭക്തർ ഒരുപാട് പേര് ഹരിപ്പാടുണ്ട്, അച്ഛനുണ്ട്. അച്ഛൻ പറഞ്ഞേ, ശരിക്കും നിനക്ക് തളം വെക്കേണ്ട അസുഖമാണ്. അദ്ദേഹത്തിന് സമാധിയൊന്നും ഇല്ല. നിനക്ക് വളരെ കൂടിപ്പോയി ഈ ഒരു ഭക്തി കൂടിപ്പോയിരിക്കുന്നത്. ഇത് വലിയ കുഴപ്പമാണ്. അദ്ദേഹം സമാധിയൊന്നും ആകത്തൊന്നുമില്ല. പോയി ജോലിക്ക് പോകാൻ നോക്കുള്ള പൈസ കളയാതെ പിള്ളേരെ വളർത്താൻ നോക്ക്, സന്യാസി സമാധി എന്നൊക്കെ പറയാതെ. കറക്റ്റായിട്ട് ആ ദിവസം അച്ഛൻ്റെ അടുത്തേക്ക് ആള് പറഞ്ഞു വിട്ടു അവിടുന്ന്. അദ്ദേഹത്തിന്റെ സമാധിക്ക് എല്ലാവരും ഇവിടെ വന്നു അല്ലേ? അല്ലല്ല, അപ്പോഴത്തേക്ക് അറിയിച്ചു അച്ഛനെ അറിയിച്ചു. അപ്പോഴേക്ക് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുക പൈസയൊക്കെ അങ്ങോട്ട് പോകാൻ. അപ്പം ഞാൻ പറഞ്ഞ അച്ഛാ ടാക്സിയൊക്കെ ഞാൻ ഹരിപ്പാട്ട് ഓഫീസിൻ്റെ അവിടെ നിന്ന് നമുക്ക് പോകാന്ന് പറഞ്ഞ് പോയി. പോകുമ്പോൾ സമാധി ഇരിക്കാൻ തുടങ്ങുക. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഇരിക്കുക. സ്വാമിയുടെ ജന്മദിനം പിറ്റേന്ന് 7-ാം തീയതി. 6-ാം തീയതി പൂരൂരിട്ടാതി വൈകിട്ട് ഏകദേശം 2 മണിയായപ്പോഴത്തേക്ക് അച്ഛനെ അമ്മ ഞങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളല്ല ആദ്യം കൊണ്ടുപോയി ഇടുന്ന ഭസ്മം നമ്മൾ പറഞ്ഞ ഇടാണ്. ഭസ്മ, എണ്ണ, കർപ്പൂരം മാത്രം. അപ്പം സമാധി കഴിഞ്ഞല്ലോ. അപ്പം അതിലെഴുതിയിട്ടുണ്ട് 2 ദിവസം കൂടെ ഭൂമിയിൽ കാണുമെന്ന്. അപ്പം നമ്മള് 6-ാം തീയതി പോയി. സമാധിക്ക് 2 ദിവസം കൂടി ഭൂമിയിൽ ആഫ്റ്റർ സമാധി. അപ്പം 6-ാം തീയതി ഇരുന്നു, 7-ാം തീയതി അവിടെ തന്നെ വെച്ചിരുന്നു. 8-ാം തീയതിയാണ് ഭസ്മത്തിൽ കൊണ്ടുവന്ന് ഇപ്പൊ പറയുന്ന ഈ മാലയില് പുലിപ്പാറയിൽ ഇരുത്തുന്നത്. പുലിപ്പാറ മല ഇവിടെ അടുത്ത് തന്നെയാണോ? അല്ല, പത്തനംതിട്ട ജില്ലയാണ്. എല്ലാരും അവിടെ പോകുന്നുണ്ട്. അപ്പൊ അവിടെ അതവിടെ ഇടുമെന്ന് പറഞ്ഞു. അപ്പം നമ്മളെല്ലാം അവിടെ ഇട്ടല്ലോ, ഭസ്മത്തിലെല്ലാം ഇട്ട് ഭസ്മെല്ലാം മൂടി. അപ്പോൾ കാളിമല സ്വാമി എന്ന് പറയുന്ന സ്വാമി, സിദ്ധരായ സ്വാമി എല്ലാവരും ഉണ്ട്. അച്ഛനൊക്കെ ഇങ്ങനെ കരയുന്നതാണ്. അവിടുന്ന് ഞങ്ങളിങ്ങ് പോന്നു, ടാക്സിയിലല്ലേ അത് ഇങ്ങ് പോന്നു. ഇവിടെ വന്ന് എല്ലാവരും കിടക്കുക, വിഷമിച്ച് കിടക്കുക, ഭക്ഷണം ഉണ്ടാക്കാനായിട്ടാകുമ്പോൾ ഞാനൊക്കെ ഈ തെങ്ങും തോപ്പി കിടക്കുക. അപ്പോഴാണ് ഈ ഒരു പയ്യനെ ഇങ്ങോട്ട് കയറി വന്നിട്ട് അച്ഛനോട് ചോദിച്ചു, കാരണവരെ കുടന്നാക്കാനുണ്ടോ? 10-18 വയസ്സേ ഉള്ളൂ. കണ്ടാല് കൊച്ചു ചെറുക്കൻ, നല്ല നീല നിറമാണ്, കറുപ്പ് നിറം എന്ന് പറയാം. അപ്പൊ അച്ഛൻ പറഞ്ഞ കുട നന്നാക്കാനുണ്ട്, നിന്റെ അതിനുള്ള ഉപകരണം ഒന്നും കാണുന്നില്ലല്ലോ. കൈവീശിയാണോ വന്നേക്കുന്നത് കുട്ടി? കൈവീശിയാ വന്നേക്കുന്ന ഒന്നുമില്ല. ഒരു കൈലി കൊടുത്ത്, ഈ കളം കൈലില്ല, നീല കൈലി, പിന്നെ ചൊറിയുറുകൊണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു പോടാന്ന് പറഞ്ഞു. പിന്നെ അപ്പം കുട ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. കുടയുടെ ഏതാണ്ടൊക്കെ റെഡിയാക്കിയിട്ട് അച്ഛന് 1 രൂപ എടുത്തു കൊടുത്തു. ഈ 1 രൂപ എന്തിനാന്ന് പറഞ്ഞ് തെറി പറയുമോ അച്ഛനെ. പറഞ്ഞു എടാ എന്നും പറഞ്ഞ് അച്ഛനങ്ങ് ചാടി. അപ്പൊ എൻ്റെ അടുത്ത് ഞാനവിടെ ബെഞ്ചൊക്കെ കിടക്കല്ലേ തെങ്ങിൻ ചോട്ടില്, എന്നോട് ചേച്ചി വാ നമുക്ക് നമ്മുടെ വാടക വീട്ടിലേക്ക് പോകാം. 1 രൂപ ദേഷ്യം പിടിച്ചിട്ടാണോ മടക്കി എറിഞ്ഞത്? 1 രൂപ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അച്ഛനെ ചൊടിപ്പിക്കാനല്ലേ. അങ്ങനെ ഞാൻ അങ്ങോട്ട് പിന്നെ എന്നെ ബാ ചേച്ചി നമ്മുടെ വീട്ടിൽ പോകാന്ന് പറഞ്ഞു. ഞാൻ ആകർഷിക്കപ്പെട്ട് ഈ ചെക്കനാരാണെന്നോ, ഞാൻ എങ്ങോട്ട് പോയാലും അന്നൊക്കെ എന്നെ ഫോളോ ചെയ്യുമായിരുന്നു എൻ്റെ മകനെ. അപ്പൊ ഇവൻ എൻ്റെ പുറകെ വരുവാ, സൈക്കിൾ ഉരുട്ടിക്കണം. അവിടെ വന്നു വാടക വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞ എനിക്ക് ഒന്ന് കുളിക്കണം, വെള്ളം കോരി വെക്കാൻ. അപ്പോൾ കണ്ടീന്ന് ഇഷ്ടമാതിരി വെള്ളം കോരി കൊടുത്തൊരു 10-50 വഴക്കറ്റ് കോരിയിട്ടും ഇയാളെ കുളി കളയുന്നില്ല ഈ ചെറുക്കൻ്റെ. അകത്ത് കുറ്റിയിട്ടേക്കോ. ഞാൻ വിചാരിച്ചു ഇനി ആത്മഹത്യ ചെയ്യാൻ കയറിയിരിക്കുകയാണോ വലിയവരുടെയും കുളിമുറിയില്ല. കുളിയും കഴിഞ്ഞെല്ലാം എന്ന് പറയാം, ആ മുണ്ടൊക്കെ ഇങ്ങനെ എടുക്കടി എന്ന് പറഞ്ഞു. ഞാൻ നീ എന്താ വടവാ കയറി വന്ന് വീട്ടുകാരനാവുന്നതെന്ന് ചോദിച്ചു ഞാൻ. എന്ന് പറഞ്ഞു നീ ആ മുണ്ടി എടുക്കാൻ എനിക്ക് വെച്ചേക്കെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്വാമിയുടെ പടത്തിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന കതറുമുണ്ട് വെച്ചിട്ടുണ്ട്. അത് കൊണ്ടിയല്ലണ്ടെന്നല്ലേ പറഞ്ഞു. അതെടുത്ത് കൊടുത്തു, അതെല്ലാം എടുത്തു. അപ്പം വല്ലാതെ വിശക്കുന്നുണ്ട്, ഞാൻ
2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടൊന്നും. ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ല. അപ്പം ഇങ്ങനെ കൈ നീട്ടി പടപടാന്നുള്ള 5-ന്റെ നോട്ട് എടുത്ത് എൻ്റെ ഒക്കെ എടുത്തിട്ട് പറഞ്ഞു, എടാ പോയി ബേക്കറിയിൽ പോയി നല്ല സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ആ ഇവനെ അകറ്റുമായിരുന്നു അവിടെ നിന്ന് കാര്യം പറയാം. ഇവൻ അതും കൊണ്ട് പോയി സൈക്കിളുമായിട്ട്. അപ്പം എന്നോട് പറഞ്ഞു, എനിക്ക് പാട്ട് കേൾക്കണം, ഞാൻ മരിച്ച ആളല്ല. ഞാൻ മരിച്ച ആളല്ല, എനിക്ക് പാട്ട് കേൾക്കണം. അപ്പോൾ ഒരു മോണോ ടേപ്പ് ഉണ്ടാവും, അത് വെച്ചിട്ട് അതിനകത്തൊരു പാട്ടിട്ട്, ഏതൊരു പാട്ടിട്ട് കീർത്തനം ഇട്ടു. അതൊക്കെ കേട്ടിട്ട് പറഞ്ഞു, ഞാൻ പോവുക, പിന്നെ വരും, നിൽക്കാനൊക്കത്തില്ല. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ 2 ദിവസം ഒന്ന്, അത് കാലാവധി എഴുതി വെച്ചിട്ടുണ്ട് ദിവസം. പോവുക ഞാൻ, പിന്നെ ഒന്നും ഓർത്ത് നീ വിഷമിക്കരുത്, ഇടവും മലവും മുന്നിലും പിന്നിലും ഞാൻ കാണുന്നു. അപ്പം ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു. പൊട്ടി എടാ എന്താണ് ഈ സംഭവം നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അവ പറഞ്ഞ കരയാനൊന്നുമല്ല, ഇത് വേറൊരു ലോകമുണ്ട്. നാം ആഗോള ഭൂഗോള ഖഗോള സഞ്ചാരിയാണ്. നമ്മൾക്ക് ഈ ബോഡി വിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സഞ്ചരിക്കണം. നീ മനുഷ്യലോകത്തെ സ്ത്രീയാണ്, നിന്നോടെല്ലാം പറഞ്ഞു തരാനൊക്കത്തില്ല. ശരിയെന്ന് പറഞ്ഞു വളരെ അവൻ തിരിച്ചു വന്നു. അവൻ ഈ ലഡ്ഡു ജിലേബിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, 5-ന്റെ നോട്ട് ഒരെണ്ണം നീ വെച്ചു, നിനക്കൊരു കാലത്തും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അവനെ അനുഗ്രഹിച്ചു. ഇപ്പോഴും അവന് ജോലിക്കൊന്നും പോവില്ല. നീ എൻ്റെ വിളക്കൊക്കെ കത്തിച്ചോണം. അതിനു മുമ്പ് സ്വാമി ഇവിടുന്ന് യാത്ര പറഞ്ഞു പിരിഞ്ഞു പോകുന്നുണ്ട് 86 അവസാനമായിട്ട് ശരീരത്തിൽ കണ്ടത് അപ്പോഴാ കണ്ട. ഞാനും മകനുമാണ്. അച്ഛനും കണ്ടു, അമ്മയുണ്ട്, അവരാരും ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞ് സന്ധ്യ ആയപ്പോൾ ഇത് ഇറങ്ങിപ്പോയി. ഇത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെ വന്ന പോലെ ഇത് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഇനി ഇതുപോലെ വല്ല ജീവികൾ കയറി വരുമോ എന്നുള്ളത്. നമ്മൾ മനുഷ്യരല്ലേ. അങ്ങ് ഇറങ്ങിപ്പോയി. അങ്ങനെയാണ് 2 ദിവസം കാണുന്നത്. പിന്നെ കാലം അങ്ങോട്ട് പോകുമല്ലേ. പോയെന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റുള്ളവർക്കല്ല എവിടുന്ന വന്ന ഒരു ചാമിയാര് അങ്ങേര് ഓമല്ലൂര് പോയി സമാധിയായി. ഒരുപക്ഷെ അദ്ദേഹം ഏറ്റവും കുറഞ്ഞ കാലയളവിൽ നിന്ന ശരീരം ഈ കുട്ടിയുടേതായിരിക്കും അല്ലേ? 2 ദിവസം. അതെ. അദ്ദേഹം അതാ സൂക്ഷ്മ ശരീരമായിരിക്കും, നീല നിറമുള്ള ഒരു ശരീരം, അദ്ദേഹത്തിന്റെ കറുത്ത ബോഡി. അത് പിന്നെ ഇതുപോലെ മുടി കെട്ടിയൊന്നുമല്ല. മുടി ഇങ്ങനെ കൃഷ്ണന്റെ തൊട്ട് ഇട്ടിട്ടുണ്ട്. ഒരു കള്ള ചിരിയുണ്ട്, ഒരു മിസ്റ്റിക് സ്മൈല് ഉണ്ട്. അല്ല, അത് ഭഗവാനില്ല. ഭഗവാന്റെ രൂക്ഷ മുഖമായിരുന്നു ഞാൻ കാണുമ്പോഴൊക്കെ. നമ്മളോട് സ്നേഹിക്കുമ്പോഴും രൂക്ഷ മുഖമാണ്. ഈ പയ്യന് ഒരു മിസ്റ്റിക്കാണ്. ഇവന്റെ ഈ ഗൂഢസ്മിതം നമുക്ക് നല്ലപോലെ മനസ്സിലായി. ഇവന്റെ മുഖത്തൊരു കള്ളമുണ്ട്, ഒരു ചിരിയുണ്ട്. എന്റെ മനസ്സിൽ നല്ലപോലെ ആ മുഖം ഓർമ്മയുണ്ട്. അദ്ദേഹം പരകായവിദ്യയെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നോ? ഇല്ല, ഈ വന്ന പയ്യൻ സംസാരിച്ചില്ല. സ്വാമി സംസാരിച്ചു. സ്വാമി പറഞ്ഞു, ഞാന് കോവളത്തിരിക്കുന്ന ഒരു ചെട്ടിയാർ സ്വാമിയുടെ ബോഡിയായിരുന്നു പറഞ്ഞു. ശൈവപിള്ളയുടെ അതുപോലെ പുനർജന്മം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണെങ്കിൽ അത്തരം അറിവുകൾ നമുക്ക് ഇനി ഒരിക്കലും സംസാരിക്കാൻ പിന്നെന്താ പറയാ. ഒരു ഇൻസ്റ്റന്റ് മാത്രം ഇത് അല്ല, ദേവതകളോടും സംസാരിക്കുമായിരുന്നു. ഇതൊന്നും കണ്ടോളൂ, ഇതിനകത്തുള്ള ഇതാണ് ഇവിടെ വെച്ചെടുത്ത ഫോട്ടോയെ. ഇതിന്റെ കാര്യം കൂടി പറയാം. ഇത് ഇവിടുത്തെ ഞങ്ങളുടെ വില്യമ്പലമാണ്. അവിടെ പൂജിക്കുന്നവനാണ് ആ ഉടുപ്പിടാത്തവൻ. ഇത് കണ്ടില്ലേ, കുഞ്ചുപോറ്റിയോട് നടയടച്ചിറങ്ങാൻ പറഞ്ഞു. ഉച്ചയ്ക്ക് 12 മണിയ സമയമാണ്. എന്നിട്ട് പിന്നെ അകത്ത് ഭദ്രകാളിയോട് സംസാരിക്കുന്ന ഇത്രയും പേരും കേട്ടു. അച്ഛനുണ്ട്, ഗോപിള്ള ചേട്ടനുണ്ട്. ഇതാണ് ലാസ്റ്റിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ കിട്ടിയ പടം. വേറെ കുറെ പടം നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഇതിനകത്ത് അച്ഛനുണ്ട്. സ്വാമി കണ്ടോ? സ്വാമി ഇവിടെ നിൽക്കുന്നുണ്ട്, തൊഴുതുണ്ട്. ഈ രൂപം, ഈ മെലിഞ്ഞ രൂപത്തിലാണ് സമാധിയാകുന്നത്. തീരെ ശോഷിച്ചു. അപ്പൊ ആ ഭദ്രകാളിയോട് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന ശബ്ദം സ്ത്രീസ്വരം അവരെല്ലാം കേട്ടു. അപ്പൊ അത് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു. ഞങ്ങളോടും പറഞ്ഞു. ഞങ്ങളോടും വാസ്തവത്തിൽ നല്ല വീട്, നല്ല സ്ഥലം, സത്യത്തിൽ ഇഷ്ടമുണ്ടായിട്ടല്ലേ ഈ മണ്ണിൽ വന്ന്. ഇപ്പോഴും ഇഷ്ടമില്ല. ഗുരുവിനെ പൂജിക്കണമെന്ന് ഉള്ളത് കൊണ്ട് മാത്രമാണ് അശോക് എനിക്ക് ഇപ്പോഴും ഇവിടെ താമസിക്കുന്നത്. അത്ര താല്പര്യം. സ്ഥലത്തിന്റെ പേരെന്താ? ചിങ്ങോലി, കാവിൻപടിക്ക ക്ഷേത്രം. ഇവിടെ ഇപ്പൊ ഒരാള് മറ്റെവിടെയെങ്കിലും ജില്ലയിൽ നിന്ന് വരികയാണെങ്കിൽ എങ്ങനെയാ വരേണ്ടത്? എവിടെയാ വരേണ്ടത്? ഇപ്പം പിന്നെ വടക്കുന്ന് വരുവാണെങ്കിൽ ഹരിപ്പാട് കഴിഞ്ഞ് നങ്കിയാർകുളങ്ങര ഇറങ്ങിയാൽ എല്ലാവർക്കും
ഓട്ടോ കിട്ടും, എല്ലാം കിട്ടും. പിന്നെ തൃക്കുന്നപ്പുഴ റൂട്ടാണിത്. ശരി, തൃക്കുന്നപ്പുഴ. അപ്പൊ കാർത്തികപ്പള്ളി ജംഗ്ഷനാണിത്. ശരി. ഇവിടെ ഒരു സെന്റ് തോമസ് പള്ളിയുണ്ട്, മാർത്താണ്ഡവർമ്മ അഭയം കൊടുത്ത കൊട്ടാരമുണ്ട് ഇവിടെ. ഇത് വളരെ പുരാതനമാണ്. നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേരറിയാം. ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേര് ചെമ്പകപ്പള്ളി കൊട്ടാരം എന്നാ. അച്ഛന്റെ പൂർവികനായ ഒരുത്തിനെ വെട്ടിക്കൊന്ന ഇവിടെ എട്ടുവെട്ടിപ്പിള്ളമാര്. ആ മൂർത്തിയും ഉണ്ട് അപ്പുറത്ത്. ഈ ക്ഷേത്രത്തിന്റെ പേരൊന്നും കാവിൽപ്പടിക്കൽ ദേവി. കാവിൽപ്പടിക്കൽ ദേവി ക്ഷേത്രം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഈ GPS-ല് കാവിൽപ്പടിക്കൽ ദേവി ക്ഷേത്രം എന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതാണ് ലാൻഡ്മാർക്ക്. വളരെ കൃത്യമായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. കൃത്യം തന്നെയാണ്. അത് മാത്രമല്ല, ഒരു ക്ഷേത്രത്തിലും സ്വാമി എന്ന് തൊഴുതിട്ടില്ല. ഇത് കണ്ടോ, ഭഗവാൻ കൈകൂപ്പി നിൽക്കുന്നുണ്ട്. എന്നോട് തിരിച്ച് സമാധിക്ക് പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞേടി എല്ലാം ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് നിന്റെ അമ്മയെ. ഞാൻ ചോദിച്ചു ആര്? സ്വർണ്ണമ്മയെന്ന് അമ്മയെ വിളിക്കുന്നു. അല്ലല്ലല്ല, അപ്പുറത്തിരിക്കുന്നതിന് നിന്നെ നിന്റെ പിള്ളേരെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് അപ്പം ഭഗവാനോ ഞാൻ കാണത്തില്ല എപ്പോഴും എന്ന് പറഞ്ഞു. പിന്നെ മിസ്സാകാൻ പാടില്ല എൻ്റെ ഭക്തര്, അതുകൊണ്ട് ഞാൻ ഉടനെ മാറിയെടുക്കുക. അപ്പം ഞാൻ ചോദിച്ചു ഇനി എങ്ങനെയാ? അവ പറഞ്ഞു 300 വർഷം കൂടെ ഞാൻ കാണുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ തവണ തിരുവാഭരണത്തിൻ്റെ കൂടെ ഈ വയസ്സായ പെണ്ണ് ഈ സ്ത്രീ നടന്നുപോയി നിലയ്ക്കലും പിന്നെ ലാഹ കഴിഞ്ഞ് ഇരുട്ടത്തോടെ 2 മണിക്ക് അവിടെ വെച്ച് ഞാൻ സ്വാമിയെ കാണുക. അത് പറഞ്ഞു കൊടുക്കുക. അപ്പം പഴയ പത്മകുമാർ സാറ്, പ്രസിഡന്റ് ശശികുമാർ, എല്ലാവരും കൂടെ ഒരൊറ്റ തേങ്ങയാണ്. എല്ലാവരും മുമ്പേ ഓടുക. എനിക്കാണ് പേടി. കാട്ടുകോഴിയുടെ കൂവല്, പിന്നെ ലൈറ്റ് കുറേ സ്ഥലത്തില്ല, സ്ട്രീറ്റ് ലൈറ്റ്, ലാവ് മാത്രം കാണാൻ ഇങ്ങനെ ഞാൻ ശരിക്കും പേടിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അയ്യപ്പ അയ്യപ്പ എന്ന് പറഞ്ഞ് ഓടുക. നടന്ന് തിരുവാഭരണത്തിനൂടെ ആരും ഓടത്തില്ല, ഓടി പോയി കഴിഞ്ഞപ്പോൾ നീല ബർമോടെ നീല ബനിയനും ഇട്ട് ഒരാൾ എനിക്ക് ഇതിൻ്റെ മൊബൈലിൻ്റെ ടോർച്ച് അടിച്ച് തന്നു. അപ്പം എൻ്റെ പേടി എന്നെ എങ്ങാനും ആരെങ്കിലും ഉപദ്രവിക്കാനാണോ, പല കാട്ടുവഴിയല്ലേ. നീ ആരാടാന്ന് ചോദിച്ചു. ഈ ഒരു 30 വയസ്സ് തോന്നും. നീ ആരാടിന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു നിനക്കെന്നെ മനസ്സിലായില്ലേ, അയ്യപ്പൻ്റെ ഭക്തയായ എന്നെ നിനക്ക് മാളിയപ്പുറം എന്ന് വിളിച്ചോടെ? ഓ, നിന്നെ മാളിയപ്പുറം എന്ന് വിളിക്കാൻ പോണോ? ഇത്രയും ടോർച്ച് ഈ വിളക്കത്തൂടെ പോന്നിയേ എഴുജന്തുക്കളൊക്കെ കാണുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എടാ പടാന്നൊന്നും എന്നെ വിളിക്കരുത് കേട്ടോ, എന്നൊന്നും എന്നെ വിളിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ആരും എനിക്ക് അങ്ങനെ പേടി അങ്ങനില്ല. എന്നെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ആരാണ്, ഏത് പൊന്നു നമ്പരാനാണെന്ന് പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്യുമ്പോൾ ബഹുമാനമായിട്ട് വേണം. എനിക്ക് നേരെ ഒരു നിലയ്ക്കലെത്തുന്നതിൻ്റെ ആ കഷ്ടപ്പെട്ട വഴി വരെ ഈ ഒരു മനുഷ്യൻ ഈ നീലയിട്ട് ഈ മൊബൈലിൻ്റെ ടോർച്ച് കാണിച്ചത്. പിന്നെ ഞാനുണ്ടല്ലോ ഓടി എൻ്റെ കൂടെയുള്ള ടീമിൻ്റെ അവിടെ എത്താൻ, ഇയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പം ഞാൻ അങ്ങ് ചെന്ന എൻ്റെ കൂട്ടങ്ങളുടെ അവിടെ നിന്ന് നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. അപ്പം ഇതൊക്കെ എനിക്ക് ഒളിച്ചു വെക്കേണ്ട കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. 75-76 വയസ്സുള്ള ആള് തിരുവാഭരണ പെട്ടിയുടെ കൂടെ ഓടുക, പാതിരാത്രിക്ക് പിന്നെ ലാഹ കാട്ടിലൂടെ പോകുക, ഇങ്ങനെ കാണുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ് നോർമലായിട്ട് ചിന്തിച്ചാൽ. പക്ഷേ നമ്മൾ പറയത്തില്ലേ ആരെ ധ്യാനിക്കുന്ന ആളായി മാറാൻ പറ്റുന്നുള്ളത് എന്ന് വെച്ചാൽ ഞാനതൊന്നുമല്ല. ആ പേര് പറയാനല്ലാതെ അദ്ദേഹത്തിൻ്റെ സിദ്ധികളോ എന്നുവെച്ചാൽ അദ്ദേഹം കത്തി ജ്വലിച്ച് നിൽക്കുന്ന സൂര്യൻ, ഞാനതിൻ്റെ ഒരു റിഫ്ലക്ഷന്. അപ്പോൾ ഇത്രയും സമയം വളരെ മഹത്തരമായിട്ടുള്ള അറിവുകൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. അടുത്ത ഒരു എപ്പിസോഡിലൂടെ നമുക്ക് പരകായ വിദ്യയെക്കുറിച്ചും പൂർവ്വജന്മങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായിട്ട് സംസാരിക്കാം. തീർച്ചയായിട്ടും. നാരായണന് ഒന്നുകൂടെ എനിക്ക് ആ സഹോദരങ്ങളില്ല, ആൺകുട്ടികളില്ല. എൻ്റെ അറിവ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആത്മാവാണ് നിങ്ങൾ. അപ്പം ഒരു അനിയൻ കുഞ്ഞിനോട് ഈ വിഷയത്തിൽ സഞ്ചരിക്കുമ്പോൾ ഗുരു എന്നൊക്കെയുള്ള അവിടെ നിൽക്കട്ടെ ഉള്ള രീതിയിൽ ഇത്തരം പ്രകൃതി രഹസ്യങ്ങൾ, ഇത് കോസ്മിക് സീക്രട്സാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇനിയും നമുക്ക് കാണാം. ജനങ്ങൾക്ക് ഇത് നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും കിട്ടത്തില്ല. ഇത്രയും സമയം ഗുരുവും നമ്മളോടൊപ്പം ചെലവഴിച്ചു. അപ്പം നമുക്ക് ഈ ബ്രഹ്മസഭ ഇവിടെ വൈദ്യഭയില്ല. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും